എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ പഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു. ഇന്ത്യ പ്രതികാരം ചെയ്തിരിക്കുന്നു. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാ നീ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 15-ാം നാൾ ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ നൽകിയിരിക്കുന്നു ഇന്ത്യ. എത്രണ്ണം കൊടുത്തറ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അത് പോരായിരുന്നു. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി തീവ്രവാദ കേന്ദ്രങ്ങളായി 9 ഇടങ്ങളിൽ അർദ്ധരാത്രി ഇന്ത്യ വ്യോമാക്രമണം നടത്തി. അങ്ങനെ വേണം കാണടി പൂരം. മുനുഷിയുടെയും മക്കളെയും ഒരു ഗതികേടെ. എനിക്കപ്പോഴേ തോന്നി ടമാർപടാർ എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. വ്യോമാക്രമണം നടത്തി. സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഉപയോഗിച്ചായിരുന്നു തിരിച്ചടി. ഒന്നും രണ്ടുമല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പിടയ്ക്കുന്നതിന്റെ കയ്യിൽ. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടെന്നും 35 പേർക്ക് പരിക്കുണ്ടെന്നും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. അനുഭവിക്കണോ നോക്കിക്കോ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. നീ പക പോക്കുകയാണല്ലേടാ. പിന്നെ പക പോക്കാതെ ഞാൻ പിന്നെ ഫ്രഞ്ച് കിസ് അടിക്കാം. കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ആക്രമണം നടത്തിയത്. ജയ്ഷെ, ലഷ്കർ, ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങളിലെ 600-ലേറെ ഭീകരരെയാണ് ലക്ഷ്യമിട്ടതെന്ന് സൈന്യം വ്യക്തമാക്കി. നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഇനി അയാൾക്ക് നിയമമില്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.